വിഗ്രഹക്കടത്ത് ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് ഡി മണി. തനിക്ക് പുരാവസ്തു തട്ടിപ്പുമായി ബന്ധമില്ല. SIT-യോടെല്ലാം പറഞ്ഞെന്നും ഡി മണിയുടെ വിശദീകരണം. മണിയുടെ സാമ്പത്തിക വളർച്ചയിൽ സംശയം പൂണ്ട അന്വേഷണ സംഘം. സ്വർണ്ണമോഷണത്തിൽ കടുത്ത നീക്കത്തിനൊരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം. 2019 ഭരണസമിതി അംഗങ്ങളെ അറസ്റ്റ് ചെയ്തേക്കും. AI ഫോട്ടോ വിവാദത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യന് ജാമ്യം. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമൊത്തുള്ള വ്യാജ ചിത്രം പുറത്തുവിട്ടതിന് ചേവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ന് രാവിലെ. പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. സ്വർണ്ണമോഷണം മറച്ചുവെക്കാൻ പോലീസ് ശ്രമിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. ശബരിമലയിൽ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ മണ്ഡലപൂജ. ദർശന സായുജ്യം അണഞ്ഞ് ഭക്തലക്ഷങ്ങൾ. മകരവിളക്കുത്സവത്തിനായി ഡിസംബർ 30-ന് നട തുറക്കും. SIR-ൽ കാണാതായ 6 ലക്ഷം വോട്ടർമാരെവിടെ? അവ്യക്തത പരിഹരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കരട് പട്ടികയിൽപ്പെട്ടവർ ഹിയറിംഗിൽ പുറത്തായാലും പരാതി നൽകാം. വില്ലേജ് ഓഫീസുകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കും. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം. തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ നേതൃത്വം. എറണാകുളം പുത്തൻകുരിശിൽ 2020 പിന്തുണയോടെ UDF-ന് ഭരണം. തിരുവനന്തപുരം പാങ്ങോട് SDPI പിന്തുണ UDF-ന്. വെമ്പായത്ത് UDF അംഗത്തിന്റെ വോട്ട് അസാധു. അംഗസംഖ്യ ഒപ്പമെത്തിയിടങ്ങളിൽ അധ്യക്ഷനെ കണ്ടെത്താൻ നറുക്കെടുപ്പ്. സസ്പെൻസുകളില്ലാതെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പ്. തദ്ദേശ തോൽവിയിൽ നേതൃത്വത്തോട് വിയോജിച്ച് CPM ജില്ലാ ഘടകങ്ങൾ. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും ബാധിച്ചെന്ന് വിലയിരുത്തൽ. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതിൽ ചോദ്യമുയർന്നു. കനത്ത പരാജയം ഒഴിവാക്കിയത് വർദ്ധിപ്പിച്ച പെൻഷനും കുടിശ്ശികയുമെന്നും ജില്ലാ ഘടകങ്ങൾ. തോറ്റതെന്തുകൊണ്ടെന്ന് വിലയിരുത്താൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത്. നിയമസഭയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടി MP-മാർക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചെക്ക്. പാർലമെന്റ് സീറ്റ് നഷ്ടപ്പെടുത്തി നിയമസഭയിൽ മത്സരിക്കേണ്ട. ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലം നഷ്ടപ്പെടില്ലെന്ന് പാർട്ടിയെ ബോധ്യപ്പെടുത്തണം. സാമുദായിക സാഹചര്യം ബോധ്യപ്പെട്ടാൽ ചിലർക്ക് ഇളവ് കിട്ടിയേക്കാം.